അച്ഛടെ പൊന്നാ എന്ത് പറ്റിടാ? അപ്പൊ ബേബി. Okay. Hi guys, welcome back to Pooja Krishna's YouTube channel. So, belated Happy New Year. Happy New Year and Merry Christmas. എല്ലാം കഴിഞ്ഞു. ഒന്നും ഞങ്ങളോട് അടിച്ചു വിളിച്ചു. പക്ഷെ ഞങ്ങളൊരു വീഡിയോയോ അങ്ങനത്തെ വിഷസോ കാര്യങ്ങളൊന്നും ഇട്ടില്ല. വി ആർ വെരി സോറി. സമയം ഉണ്ടായില്ല. അതെ, സെലിബ്രേറ്റിംഗ്. സോ 2025 ആയി. അപ്പോൾ അതുപോലെ തന്നെ 2024 നമ്മൾ ഇട്ടൊരു വീഡിയോ ആണ് നമ്മുടെ ലിവിങ് ടുഗെദറിനെ വെച്ചിട്ട്. കുറേ ആൾക്കാർ കുറേ കമൻറ്റ്സ് തന്നു, കുറേ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്തു. അതിനോടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മൂവിങ് ഓൺ. 2025 and move on guys. Yeah. So 2025 ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ എന്തായിട്ടാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ചാലഞ്ച്. സോ എന്താണ് ഗെയിം? അഖിൽ പറയൂ. ഓക്കെ, 2 truths and a lie. 2 truth and a lie. ഇത് മിക്ക യൂട്യൂബേഴ്സ് കളിച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളിത് കളിച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്കിത് ഫ്രഷ് ആണ്. അതായത് ഞാൻ 2 സത്യങ്ങളും പറയും, ഒരു നുണ പറയും. എന്റെ പാസ്റ്റിനെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും ഇൻഫ്ലുവൻസ് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കി പറയണതായിരിക്കും, ചിലപ്പോൾ അതുള്ള സംഭവങ്ങളായിരിക്കും. അതിലേതാണ് നുണ എന്ന് ഞാൻ പറയണം. അതായത് 3 ഇൻസിഡൻസ് ഉണ്ടാവും, അതിൽ 2 ശരിയായിരിക്കും, 1 സിറ്റുവേഷൻസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് പൂജ എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെ മെമ്മറി കൂടുതലും അങ്ങനെ വ്യക്തിക്ക് ഒരു തേങ്ങ ഓർമ്മയില്ലാതെ ഞാൻ ആക്ച്വലി പറയുന്നത് നമ്മുടെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കാര്യം ഞാനൊരു 2 truth 1 lie ഇതേപോലെ അഖിലിന് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അഖിൽ വിചാരിക്കും അതൊക്കെ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അഖിലിന് തന്നെ അറിയില്ല. നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. സോ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്വസ്റ്റ്യൻസ് എന്റെ ഫോണിലാണ്, അഖിലിന്റെ ബുക്കിലാണ്. അപ്പൊ പറയാം പൂജ ഈ ഫോൺ നോക്കുന്ന ശീലം നിർത്തുമെന്ന് ചോദിക്കുന്നവര് അഖിലിന്റെ ഫോണിലാണ് ഈ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അഖിൽ ബുക്കിൽ എഴുതി വെച്ചേക്കണേ. ഓക്കെ, ആദ്യം ആരാണ്? ഫസ്റ്റ് അഖിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കട്ടെ. അഖിലിന്റെ ചോദ്യങ്ങൾ എവിടെ എങ്ങനെ നിലവാരമുള്ളതാണെന്നൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ പറയും കേട്ടോ. 3 ഇൻസിഡൻസ് ഞാൻ പറയും, ഇഷ്ടമുള്ള ഓർഡറിൽ പറയും, അതിൽ ഏതാണ് നോണ എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇൻസിഡന്റ്. ഞാൻ പണ്ട് ഞാൻ JMJയിലാണ് പഠിച്ചിരുന്നത് ഗൈസ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അത്താണി. JMJയിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ JMJയിൽ പഠിക്കുമ്പോൾ UPയിൽ പഠിക്കുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ വന്നായിരുന്നു ഫ്രം ഗോവ. എനിക്ക് ആ ടീച്ചറോട് ചെറിയ ക്രഷൊക്കെ ഉണ്ടായിരുന്നു. ആ ടീച്ചറായിട്ട് വൻ കമ്പനി. എന്നിട്ട് ഞങ്ങള് സിൽവർ സ്റ്റോമിലാണ് ഡ്രീം വേൾഡിലാണോ എനിക്ക് ഓർമ്മയില്ല. സിൽവർ സ്റ്റോമിൽ പോയിട്ട് ഞങ്ങൾ റെയിൻ ഡാൻസ് ഒക്കെ ഒരുമിച്ച് കളിച്ചിട്ട് ടീച്ചർ വൻ പുള്ളിയാണ്. ഗോവയെന്ന് പറഞ്ഞ ടീച്ചർ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ നമുക്ക് ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിട്ട് വരെ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർമാര്. അപ്പൊ ഈ ടീച്ചറോട് എനിക്ക് ക്രഷ് ഉണ്ടായിരുന്നു. ടീച്ചറോട് സിൽവർ സ്റ്റോമൊക്കെ പോയിട്ട് ട്രിപ്പ് തകർത്തു. റെയിൻ ഡാൻസ്. ടീച്ചറുടെ പേര് ലവ്വിനാണ്. ലവ്വിന ടീച്ചർ. ഇതൊരു ഇൻസിഡന്റ് കേട്ടാ. രണ്ടാമത്തെ ഇൻസിഡന്റ്, ഞാനും എൻ്റെ ചേട്ടനും ചെറുപ്പത്തിൽ നല്ല ഇടിയായിരുന്നു തമ്മിൽ. അങ്ങനെ ഒരു വട്ടം ചെറുപ്പത്തിൽ ഇടി കൂടിയിട്ട് അറിയോ ബുദ്ധി ഓർമ്മയുള്ള ആൾക്കാരെ എനിക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നോക്കി വായിക്കേണ്ട ആവശ്യമില്ലല്ലോ, തല കേൾക്കണ്ട. ഞാൻ എൻ്റെ ചേട്ടൻ ചെറുപ്പത്തിൽ തല്ലുകൂടുമ്പോൾ ഇടി കൂടിയിട്ട് ചേട്ടൻ എന്നെ കണ്ണുമ്മിക്ക് ഇടിച്ചിട്ട് കണ്ണ് ഇവിടെ കണ്ണ് നീലിച്ചുണ്ട്. എന്നുവെച്ചാൽ കണ്ണ് വീർത്തു. സിനിമയിലൊക്കെ ഉണ്ടല്ലേ, ഇടി കിട്ടിയിട്ട് കണ്ണ് വീർത്തിരിക്കുന്ന പോലെ അതേപോലെ. എന്നിട്ട് ആ ചേട്ടൻ അമ്മയുടെ നിന്ന് കുറച്ച് ചീത്ത കേട്ടു. അല്ലാണ്ട് എന്നെ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയില്ല. കുറച്ച് നാമപ്പോൾ കണ്ണ് പഴയ പോലെ. രണ്ടാമത്തെ ഇൻസിഡന്റ്. മൂന്നാമത്തെ ഇൻസിഡന്റ്, എൻ്റെ 2 കൈ ഒടിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഒരു കൈ ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, സ്കൂളിൽ പഠിക്കുമ്പോൾ. രണ്ടാമത്തെ കൈ ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കസിൻ്റെ വീട്ടിൽ ചേന്നമംഗലത്ത് മാവിൻ്റെ മുകളിൽ കയറുമ്പോൾ ഞാൻ മാവിൻ്റെ മാങ്ങ പറിക്കാൻ വേണ്ടി കയറിയപ്പോൾ ഞാൻ കൈ സ്ലിപ്പായിട്ട് നേരെ നിലത്ത് വന്ന് അടിച്ച് ഒടിഞ്ഞു. ഞാൻ വൻകരച്ചിട്ടാ. എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് ഞാൻ കട്ടിലിൽ കിടന്നപ്പോൾ കട്ടിലിന് വിടവുണ്ട്. അപ്പോൾ കട്ടിലിൽ കിടയുമ്പോൾ എൻ്റെ ചേട്ടനും കസിൻസൊക്കെ അടിയിൽ കൊണ്ടുപോയി പാത്രം വയ്ക്കും. എൻ്റെ കണ്ണീരിങ്ങനെ അതിലേക്ക് വീണോട്ട് എന്നെ കളിയാക്കുക അവര്. അപ്പൊ ഇതാണ് ഈ 3 ഇൻസിഡൻസ്. ഇതിലെ 2 സത്യങ്ങളുണ്ട്, ഒരു നുണയുണ്ട്. രണ്ടാമത്തെ നുണ കണ്ടിടിച്ച് ചോദിച്ചത് അതിലുള്ള ഇൻസിഡന്റാ. ഞാൻ കംപ്ലീറ്റ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. സത്യോട് ഞാനത് പറഞ്ഞത് രണ്ടാമത്തെയാണ് നോണ എന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ പറയാം മൂന്നാമത്തെയാണ് നോണ. എനിക്കറിയാം.
അതെ ഹലോ ഹലോ അതെ അത് പാത്രം വെക്കുന്ന അത് നുണയാണ് ആർക്കറിയാത്ത. മൂന്നാമത്തെ നുണയാണ്. അതെ മൂന്നാമത്തെ പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ മാവെന്നല്ല വീണേ, ഞാൻ കട്ടളപ്പടിയില്ലേ അതെ അതെനിക്കറിയുന്നു. ഞാൻ പറയാൻ വരുന്നത് കട്ടളപ്പടിന്ന് ഞാൻ ഇവിടെ അല്ലാണ്ട് പാത്രം വെച്ചിട്ടുണ്ട്. ലിറ്ററലി അവര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. കണ്ണിൽ ടിക്ക് വീണ് കൊടുക്കായിരുന്നു. സോ ഫസ്റ്റ് റൗണ്ട് ഞാൻ ജയിച്ചു കേട്ടോ. ശരി ഇനി നീ അഖിലിപ്പോ നുണ പറയാനൊക്കെ പഠിച്ചു തുടങ്ങിയില്ലെങ്കിലേ നിന്റെ ജയിക്കണേ. അടുത്തത് ഞാൻ ചെറുപ്പത്തില് ഒരു മിനിറ്റ് അത് വായിച്ചോടെ. ഓക്കെ, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കസിൻസ് ഒക്കെ കൂടിയിട്ട് എന്താ പറയാ വെക്കേഷനൊക്കെ വരുമ്പോൾ ഞങ്ങൾ കളിക്കാനൊക്കെ പോകട്ടാം. അപ്പോൾ ഞങ്ങൾ സൈക്കിൾ ഓടിക്കുന്നത് ഞങ്ങൾക്ക് സൈക്കിൾ ഓടിക്കുന്ന ഒരു ഹരമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സൈക്കിൾ ഓടിച്ച് ഇങ്ങനെ എല്ലായിടത്തേക്കും ഇങ്ങനെ ഓടിച്ച് കളിച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു കട ഉണ്ടായിരുന്നു. അപ്പോൾ ആ കടയിൽ നമ്മുടെ കടയിൽ ഈ സോഡ സാധനങ്ങളൊക്കെ ഇങ്ങനെ വീടിൻ്റെ കടയുടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ അടക്കടക്കിങ്ങനെ വെക്കാം. അപ്പോൾ ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അതിൽ ആ പിള്ളേരെല്ലാം പൈസ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ കടയുടെ അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഓടി സോഡ പുറത്ത് വെച്ചിരിക്കുന്ന സോഡ എടുത്തിട്ട് മതിൽമേ അങ്ങനെ പൊട്ടിക്കുക. കാരണം ഇങ്ങനെയൊന്നല്ല, ഇങ്ങനെ മതിൽമ ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ കുടിക്കും. പക്ഷെ എനിക്കിഷ്ടമല്ല സത്യം പറഞ്ഞാൽ പ്ലെയിൻ സോഡ. ഞാൻ ഇപ്പോഴും ഇങ്ങനെ കഴിക്കാറില്ല. പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ പോലും ആ കൊണ്ടുവന്നതിന്റെ ത്രില്ലിൽ ഞാൻ കുടിക്കുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഇൻസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേർ സൈക്കിൾ ഓടിക്കുന്ന ടൈമിൽ ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, എൻ്റെ വീട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ്. ഓക്കെ, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭയങ്കര തൊട്ടടുത്തല്ല, പക്ഷെ ട്രെയിനിന്റെ സൗണ്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ കേൾക്കണ്ട. അപ്പോൾ ഞങ്ങളിങ്ങനെ പറമ്പിൽ കൂടെ ഓടിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ നിർത്തിയിട്ട് ട്രെയിനിലൊക്കെ കയറി അവിടെ കളിച്ച് തിരിച്ച് വന്നിട്ടൊക്കെ ഉണ്ട് ഞങ്ങള്. അതൊരു ഇൻസിഡന്റ്. അടുത്തത് ഞങ്ങൾ സൈക്കിൾ ഓടിക്കുക. ഇപ്പം ഈ സെയിം പറമ്പ്, വലിയൊരു പറമ്പുണ്ട് ഞങ്ങളുടെ അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റ് വലിയൊരു പറമ്പ്. അവിടേക്കാണ് ഈ ബാലയും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പം അതൊക്കെ വീടൊക്കെ തോന്നുന്നു അവിടെ. അപ്പോൾ അവിടെ ഇതേപോലെ ഞങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ട് നടക്കാനായിട്ട് അവിടെ ആനേനെ കെട്ടുന്ന ഏരിയ ഉണ്ട്. എന്നിട്ട് ഞങ്ങൾ സൈക്കിൾ ഓടിച്ചിട്ട് ആനയുടെ ഫ്രണ്ടിൽ ആന ഒന്നും ചെയ്യണമെന്നില്ല. ആനേനെ കണ്ടിട്ട് ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് 3 ഇൻസിഡൻസ്. ഇതിലേതാണ് സത്യം, ഏതാണ് സോറി ഇതിലേതാണ് നോണ? 2 സത്യം ഉണ്ട്, ഒരു നോണ. രണ്ടാമത്തെയാണ് നോണ. ഏതാ രണ്ടാമത്തെ? ട്രെയിനിന്റെ ഉള്ളിൽ കയറി കളിക്കുന്നത്. ട്രെയിനിനുള്ളിൽ കയറി കളിച്ചു നിർത്തിയിട്ട ട്രെയിനിൽ. അത് സത്യമാണ് ഗൈസ്. ആനനെ കണ്ട് ഞങ്ങൾ പേടിച്ചോടിയിട്ടില്ല. സോഡ തിരുടിയിട്ട് ഉള്ളതും ട്രെയിനിൽ കയറി അലമ്പുണ്ടാക്കുന്നതും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. മൈ കസിൻസ് കമന്റ് ബിലോ. അത് വിശ്വസിക്കില്ല. ആനനും ഞങ്ങൾ കണ്ടിട്ടൊന്നുമില്ല. ആനനെ കെട്ടിയിട്ടുള്ള പറമ്പാണെന്ന് നമുക്കറിയാം. പക്ഷെ ഞങ്ങൾ ഇതുവരെ ആനേനൊന്നും ഞങ്ങൾ പോയിട്ട് കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് ദാറ്റ് ഈസ് ലൈവ് ബ്രോ. എന്റെ നോണ അവൻ ആദ്യം വിചാരിച്ച സോഡയാണ്. ഒരു മിനിറ്റ്, നീ സോഡയാണ് ആദ്യം നോണ വിചാരിച്ചില്ലേ? നീ സോഡയാണ് ആദ്യം നോണ. ഇതിന് മോൻ കണ്ട നീ അടുത്ത വെക്ക്. നീയേ ഞാൻ +1 +2 ആന്ന് തോന്നുന്നുട്ടോ. ആ ടൈമില് എന്നെ റേഡിയോ മാംഗോന്ന് വിളിച്ച് പ്രാങ്ക് കോൾ ചെയ്തിട്ടുണ്ട് എൻ്റെ കസിൻ സിസ്റ്റർ മുഖേന. അപ്പോൾ റേഡിയോ മാംഗോന്ന് വിളിച്ചിട്ട് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ എക്സ് ഉണ്ടായിരുന്നു +1 +2 ടൈമിലുള്ള എക്സ് എന്നൊക്കെ. അപ്പൊ റേഡിയോ മാംഗോന്ന് വിളിച്ച് പറ്റിച്ചു. എന്റെ കസിൻ സിസ്റ്റർ ആണ് ഇതിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ വിളിച്ച് പറഞ്ഞത് വെച്ചാൽ എന്റെ എക്സിന്റെ വീട്ടിൽ നിന്നാണ് വിളിക്കണേ, നിങ്ങൾ എന്താണ് മറ്റാണ്, അത് ഇന്റർ കാസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ അവരുടെ വീട്ടിൽ നിന്ന് വിളിക്കണ പോലൊക്കെ എന്നെ വിളിച്ച് വരട്ടാണ്. ഞാൻ പേടിക്കുവോ തേങ്ങന്നെ. ഞാനും താളം തിയേറ്ററിൽ ഏത് സിനിമ വന്ന് കേട്ടാ. അപ്പം എന്നെ വിളിച്ച് വരട്ടോണ്ട് കാരുടെ നിങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പ് വന്നാൽ ഒറ്റ വിളിച്ച് ഞാൻ പറയുന്നത് താനാരാ മറ്റാന്ന് വെച്ചാൽ. പിന്നെ അവർ പ്രാങ്ക് കോൾ അത്രേ. ഞാൻ ഞെട്ടുന്നില്ല, എനിക്കറിയായിരുന്നു. ഇപ്പം രേഷ്മ എന്ന് പറഞ്ഞ സിസ്റ്ററാണ് കേട്ടോ അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത്. പിന്നീട് ഞാൻ അറിഞ്ഞത്. സോ നെക്സ്റ്റ് ഇൻസിഡൻറ്റ്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കളി മെയിൻ കളിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് പട്ട ബാറ്റോടെ കളിക്കണ്ടായിരുന്നേ. ബാറ്റ് എന്താ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങള് അല്ലല്ല അവിടെ ബാറ്റൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ എൻ്റെ ഓർമ്മയിൽ പട്ട ബാറ്റാണ്. അപ്പൊ ഞാൻ സൈഡിൽ നിൽക്കുക കേട്ടാ, ബാറ്റ് ചെയ്യണ എൻ്റെ സൈഡിൽ നിൽക്കുക. അപ്പോൾ ബോൾ ചെയ്തു, ബാറ്റ്സ്മാൻ കറങ്ങി കണ്ണടച്ച് ബോളിലും കൊണ്ടില്ല, നേരെ എന്നിട്ട് മൂക്കുമട്ട ഗുളുഗുളുകളാന്ന് ചോർമ്മ കൊണ്ടുക്കുക. നേരെ 90 സാറ് കൊണ്ടുപോയിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ എന്നിട്ട് മൂക്ക് ഇങ്ങനെ കഴിപ്പിച്ച് ബ്ലീഡിങ് നിന്നു. വീട്ടിൽ പോയി കണ്ണട നോക്കി മൂക്ക് ചെറുതായിട്ടിരിക്കുന്നു. ഇടിയിട്ടിട്ട് കറക്റ്റ് ഇടി. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് അങ്ങനെയാണ് എനിക്ക് നല്ല മൂക്ക് കിട്ടിയത്.
മൂന്നാമത്തെ ഇൻസിഡന്റ് കേട്ടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രോസറി മേടിക്കാൻ പോയപ്പോൾ എൻ്റെ 100 രൂപ നോട്ട് കൊണ്ടുപോകാറൊന്നുമില്ല. ചേഞ്ച് വല്ല അവിടെ ഉണ്ടെങ്കിൽ പറക്കിയിട്ട് കൊണ്ടുപോകും. 100 രൂപ കാണാണ്ടായിട്ടുണ്ട്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല. ഈ 3 ഇൻസിഡൻസിൽ ഏതായിരുന്നോണ? മൂന്നാമത്തെ നുണയാണെങ്കി അല്ല സത്യമാണെങ്കി ഇതിലൊക്കെ എന്തായാലും റേഡിയോ മാംഗോന്റെ കേസൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ RJ ആവണം എന്ന് ആഗ്രഹമൊക്കെ ഉള്ള ടൈമിൽ ഇവർ റേഡിയോ മാംഗോയിലൊക്കെ എന്തൊക്കെ സജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ ആ ചെയ്ത പ്രാങ്ക് അതാണോ എന്നുള്ളത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവന്റെ കസിൻസിന് ഇവന്റെ ലവ് സ്റ്റോറിയൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവനെ പ്രാങ്ക് ചെയ്യാനാണോ എന്തിനോ വിളിച്ചത്? റേഡിയോ മാംഗോ എന്തോ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ ഈ ബാറ്റ് അടിച്ച് മൂക്കിലടിച്ചത് അത് ഇവനാണോ അത് വേറെ ആളാണോ എന്നാണ് എനിക്ക് ഡൗട്ട്. കാരണം സത്യ കഥ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് ഇവനല്ലാതാണ് എനിക്ക് തോന്നുന്നത്. 100 രൂപയുടെ കള്ളത്തരം വെറുതെ പറയില്ല. നാളെ ഞാൻ കണ്ടുപിടിച്ചത് വേറെ അലമ്പാവെന്ന് തന്നെ അറിയാം. പിന്നെ അത് ഞാൻ മൈൻഡ് ചെയ്യുന്നു. എനിക്ക് തോന്നണത് മറ്റേ മൂക്കിനെ അടിച്ചതാണെന്നാണ് എനിക്ക് തോന്നണത്. വേറൊരാളുടെ കണ്ടുപിടിക്കണ്ടേ? നോണ, അത് നോണയാണ്. മൂക്കിനടിച്ചത് ഇല്ല, മൂന്നാമത്തെയാണ് നോണ. അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. ഗ്രോസറിയിൽ പോയിട്ട് 100 രൂപ കാണാണ്ട് ഉണ്ടായിട്ടില്ല. മൂക്കി. അയ്യോ സോറി. അതിന് ഞാൻ എന്താ പറയണേ, തോറ്റു. അത് ശരി, അങ്ങനെ ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. അതിനാണ് ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ ഇൻസിഡന്റ് പറഞ്ഞേ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ നമ്മൾ ഓരോ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് ഗെയിമിന്റെ ഒരു ഇതാണ്. ഇങ്ങനെ ആവരുത് കുട്ടി. അപ്പൊ ഈ രണ്ടാമത്തെ സത്യല്ലേ? ഫസ്റ്റത്തെ സെക്കൻഡ് സത്യമാണ്. ആണോ? അപ്പൊ ഞാൻ ശീലായി മൂക്കിനടിച്ചിട്ടാ ഞാൻ. അല്ല അന്നത് ഇട്ടിട്ട് അപ്പൊ 2-1 എന്റെ 2 വരണുള്ളൂ. അപ്പൊ അതിലവൻ കണ്ടുപിടിക്കാൻ നോക്കാം. കണ്ടുപിടിച്ചാലും ഞാൻ നോണ പറയും. അത് കണ്ടുപിടിക്കാൻ പറയും. അത് ശരിയല്ലോ. നീ പറഞ്ഞൊക്കെ സത്യമല്ലേ മനസ്സിലാവൂ. അതെന്റെ വീട്ടുകാർ ചോദിക്കാം. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് 6 പേരുടെ അടുത്തുനിന്ന് പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് PT പീരീഡ് ഉണ്ടാവും. അപ്പൊ PT പീരീഡിന്റെ സമയത്ത് ഞങ്ങള് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞങ്ങൾക്ക് ഫസ്റ്റ് പീരീഡ് വല്ല മാത്സ് ഒന്നിലാണെങ്കിൽ സെക്കൻഡ് പീരീഡ് PT ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെ കൂടെ പോയിട്ട് ബാത്റൂമിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് ഞങ്ങൾ ഒഴിച്ച് കളിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് ഗേൾസ് ഗ്രൗണ്ട് വേറെ ബോയ്സ് ഗ്രൗണ്ട് വേറെയാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഒഴിച്ചു വെച്ചിട്ട് അവസാനം ബോയ്സ് ഗ്രൗണ്ടിലേക്ക് എത്തിയപ്പോൾ ബോയ്സ് കണ്ടിട്ട് ബോയ്സ് എന്ത് ചെയ്തു, ബോയ്സ് ഗ്രൗണ്ടിൽ എത്തി. ഞങ്ങൾ ഓടിയിട്ട് ബോയ്സ് ഗ്രൗണ്ടിൽ എത്തി. അപ്പൊ ബോയ്സ് ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ബോയ്സ് എന്നിട്ട് ടീച്ചർ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ ടീച്ചറാണെങ്കിൽ ഞാൻ മാത്രം നനഞ്ഞിട്ടില്ല. കാരണം ഞാൻ ആരെ കൊണ്ട് ലെറ്റ് ചെയ്തില്ല നനയിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എല്ലാവരും വെള്ളയിപ്പിച്ചു. അപ്പോൾ ടീച്ചർ എന്നിട്ട് എന്ത് ചെയ്തു, എന്നെ ഉദാഹരണം വെച്ച് പറഞ്ഞു, ആ കുട്ടീനെ കണ്ടുപിടിക്കേ, ആ കുട്ടി എന്ത് നല്ല കുട്ടിയാണ്, ബാക്കി ആ കുട്ടി മാത്രം നനഞ്ഞിട്ടില്ല, ആ കുട്ടിക്ക് കണ്ട ബുദ്ധിയുണ്ട്, വാട്ടർ സ്കേഴ്സിറ്റി ഈസ് റിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ നല്ലൊരു കുട്ടിയാക്കി ചിത്രീകരിച്ചു. അടുത്തത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ക്രിസ്മസ് കാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് ഞാൻ ക്രിസ്മസ് കാർഡ് മേടിച്ചിട്ട് ഞാൻ ക്രിസ്മസിൽ ഇങ്ങനെ ഹാപ്പി ക്രിസ്മസ് ചെയ്ത സമയത്ത് എൻ്റെ അമ്മ വന്നിട്ട് ചോദിച്ചിട്ട് എവിടെ നിന്നാണ് കിട്ടിയത് വെച്ചിട്ട് പറഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ നുണയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ അടുത്ത് നല്ല അടി കിട്ടിയിട്ട് ഞാൻ ആ ക്രിസ്മസ് കാർഡൊക്കെ വലിച്ചു കീറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് സത്യം ഏതാണ് നുണ? അല്ല ഏതാണ് നോണ അങ്ങനെ പറഞ്ഞാൽ മതി. രണ്ടാമത് സത്യം ഉണ്ടല്ലോ. ഒന്നാമത്തെ നോണയാണെങ്കിൽ തന്നെ നമ്പറിൽ വരുന്ന പ്രപ്പോസൽസ് കിട്ടിയിട്ടെങ്കിൽ 6 കിട്ടിയിട്ടാവും. സുന്ദരിയായിരുന്നല്ലോ. സുന്ദരിയാണല്ലോ. അന്ന് സുന്ദരി എന്നല്ല. രണ്ടാമത്തെ കേട്ടപ്പോലെ ഉണ്ട്. അത് ഇൻസിഡന്റ് മാറ്റിപ്പറയാണോ സിറ്റുവേഷൻ മാറ്റിപ്പറയാണോ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വെള്ളത്തിന്റെ കേസിലാണോ എന്ന് എനിക്കറിയില്ല. മൂന്നാമത്തെയാണ് നോണ. ക്രിസ്മസ് കാർഡ് അല്ല, ആദ്യത്തെയാണ് നോണ. എത്ര പ്രപ്പോസൽ? 5 പേരുടെ പറഞ്ഞില്ലേ, എണ്ണത്തിൽ വ്യത്യാസം. 5 പേര് എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ് ശരി. 6 പേര് എന്നെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി എന്റെ അമ്മ തല്ലിയതും ഞങ്ങൾ വെള്ളം എടുത്ത് എറിഞ്ഞ് കളിച്ചതും ഒക്കെ ശരിയാണ്. അപ്പൊ നിങ്ങൾ ശരിക്കും ഈ കുട്ടിയുടെ ലൈഫ് ഒരു എക്സെപ്ഷണൽ ലൈഫാണല്ലോ എന്ന് ഞാൻ അങ്ങനെയായിരുന്നു ജനിച്ച് വളർന്നത്.
അഗെയിൻസ്റ്റ് 2-2 ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ഞാൻ കണ്ടുപിടിച്ചിരിക്കും മോനെ. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഇൻസിഡൻറ്റാ. കാരണം ഞാൻ സത്യം പറഞ്ഞ ഞങ്ങളുടെ ഇപ്പത്തെ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഹിറ്റായാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ബെല്ലടിച്ചു. ഇന്റർവ്യൂവിൽ കഴിഞ്ഞ് ബെല്ലടിച്ച് നേരെ ക്ലാസ് റൂമിലേക്ക് ഓടി കയറാൻ പോണ നേരത്ത് സ്റ്റാഫ് റൂമിന്റെ ഫ്രണ്ടിൽ ഏതൊരു കുട്ടിയുടെ ഷോൾഡറും പിടിച്ച് എനിക്ക് ബോധം കിട്ടുന്നുണ്ട്. ലിറ്ററലി ബോധം കിട്ട് വീണിട്ട് വീട്ടുകാരെ കുളിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഒന്നാമത്തെ ഇൻസിഡന്റ് കേട്ടാ. രണ്ടാമത്തെ ഇൻസിഡന്റ്, ഞാൻ കേരളവർമ്മ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് ഡാൻസ്, ഞങ്ങളുടെ ഗ്യാങ്ങിന് ഒരു പേരുണ്ടായിരുന്നു, എന്താ പറയുക, ജിൽ ജിൽ ജിഗ ഗ്യാങ്. അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസിന്റെ സമയത്ത് ഞാൻ കൈ കുത്തി നടക്കുമ്പോൾ ഞാൻ തലയും കുത്തി വീണിട്ട് ഡാൻസിന്റെ ഇടയിൽ അത് കണ്ട് ചിരിച്ചിട്ടുണ്ട് കുറച്ച് നേരം. പക്ഷെ അപ്പത്തെ ഞാൻ മേക്കപ്പ് ചെയ്ത് സെറ്റാക്കി. പക്ഷെ തല കുത്തി വീണുണ്ട്. ഞാൻ കൈ കുത്തി നടക്കും. ആക്ച്വലി ഇത് നടക്കണം അന്നപ്പോ സ്റ്റേജിൽ പറ്റില്ല, തല കുത്തി വീണു സ്റ്റേജിൽ കളിക്കുമ്പോ. അത് രണ്ടാമത്തെ ഇൻസിഡന്റ്. മൂന്നാമത്തെ ഇൻസിഡന്റ്, ഞാൻ ചെറുപ്പത്തിലിട്ടാ കുട്ടിയായിരിക്കുമ്പോ, എന്നുവെച്ചാൽ അത്ര കുട്ടിയില്ല, നടക്കാനൊക്കെ തുടങ്ങി കുറുമ്പുള്ള ടൈമില് വാച്ച് ബാറ്ററി ഇല്ലേ, റൗണ്ട് സിൽവർ കളർ മറ്റേ വാച്ച് ബാറ്ററി വിഴുങ്ങിയിട്ട് എന്നിട്ട് ടോയ്ലറ്റിൽ പോകുമ്പോ ഷിറ്റിമൈൻ്റെ ഒപ്പം വന്നിട്ട് ക്ലിങ്ങിൽ ക്ലോസറ്റിക്ക് ഉണ്ട്. ഇപ്പോഴും ഓർമ്മയുണ്ട്. റാഹാക്കിലിക്കില് കൈ കുത്തിയിട്ട് വീണിട്ടൊന്നുമില്ല. ഇവ എന്ത് പൊട്ടറിയോ, ആ ഡാൻസ് എന്നെ കാണിച്ചെന്നുണ്ട് യൂട്യൂബില്. നാലൊക്കെ അതുവരെ എനിക്ക് ഓർമ്മയുണ്ട് യൂട്യൂബില്. പക്ഷെ ഇപ്പൊ അത് കാണാനില്ല കേട്ടാ. പണ്ട് ആരും യൂട്യൂബിൽ അപ്ലോഡ് ഞാൻ ഒരെണ്ണം ശരി പറഞ്ഞു, നീ ഇതുവരെ ശരി പറഞ്ഞിട്ടില്ല. ഇനി പറയാൻ പോണല്ലോ. ഇനി പറയും, ഇപ്പൊ പറയും, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ ചെറുപ്പത്തില് ഞങ്ങളുടെ നൈബർഹുഡ് പിള്ളേരൊക്കെ ആയിട്ട് ഞങ്ങൾ ഭയങ്കര കളികളൊക്കെ ഉണ്ടായിരുന്നു, ഗെയിംസ് ഒക്കെ. അപ്പോൾ ഞങ്ങൾ ക്രിക്കറ്റാണ് ഞങ്ങൾ മെയിനായിട്ട് കളിക്കാറ്. ഓക്കെ, സോ അപ്പൊ ഞാൻ ഈ ചെറുപ്പത്തില് ഈ നൈബേഴ്സായിട്ട് ഈ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞാൻ ഞാൻ ഭയങ്കരമായിട്ട് അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്ത് അലമ്പൊക്കെ ഉണ്ടാക്കുന്നു, വെറുക്കൊക്കെ ഇടായിരുന്നു. ഇതാണ് എൻ്റെ ഫസ്റ്റ് സിറ്റുവേഷൻ. ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന ആ ടൈമിൽ ഞാൻ 50 റൺസ് എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ സെക്കൻഡ് സിറ്റുവേഷൻ. ആ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞാൻ റൺസേ എടുത്തിട്ടില്ല എന്നതാണ് എൻ്റെ തേർഡ് സിറ്റുവേഷൻ. ഇത് മൂന്നോട്ടം കളിച്ചതാ വേറെ. മൂന്നോട്ട് കളിച്ചു. ഞാൻ പറയാ, നീ ക്രിക്കറ്റ് കളിച്ചിട്ട് റൺസേ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നുണ. ബാക്കി രണ്ടുള്ളതാ. റൺസേ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നുണ. ബാക്കി 50 റൺസ് എടുത്തിട്ടുണ്ട്, അലമ്പുണ്ടാക്കിയിട്ടുണ്ട് ക്രിക്കറ്റ് കളിച്ചിട്ട്. പറഞ്ഞോ? ഓക്കെ, 3-3 ആവും. അതിൽ നുണ എന്ന് പറയുന്നത് ഞാൻ 50 റൺസ് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നുണ. ഞാൻ റൺസ് എടുക്കാറില്ലാത്തോണ്ടാണ് ഞാൻ അലമ്പുണ്ടാക്കാൻ. അച്ഛന് പൊന്നാ, എന്ത് പറ്റിടാ, തോറ്റുപോയോ? ഇല്ല, ഇനിയുണ്ടല്ലോ. 3 കഴിഞ്ഞു. തോറ്റൂലേ? 4-2. 4-2. അതായത് നേരത്തെ നീ കണ്ടുപിടിച്ചു, ശരിയായി. അപ്പൊ 3-2. ഇപ്പൊ ഞാൻ തെറ്റിച്ചു, 4-2. ഞാൻ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് 4-2. അപ്പൊ ഇത് നീ തെറ്റിച്ചാൽ എനിക്ക് 4-3 ആവും. പിന്നെ നീ പറഞ്ഞ ശരിയാക്കി ടൈ 4-4. അറിയണല്ലോ, മനസ്സിലാവില്ല. ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഞാൻ ചെറുപ്പത്തില് കുട്ടിയായിരിക്കുമ്പോ ഉറക്കത്തിന്റെ ഇടയിൽ എനിക്ക് നടക്കണ ശീലമായിരുന്നു എനിക്ക്. ശരി, ഓക്കെ. അത് എങ്ങനെ മാറിയെന്ന് എനിക്കറിയില്ല കേട്ടാ. ലിറ്ററലി. രണ്ടാമത്തെ, പാലക്കാട്, അയ്യോ സ്ഥലത്തിന് പേരെന്താ, അത്തിരിപ്പാല. എൻ്റെ സന്നുമേമെന്ന് വിളിക്കുക, എൻ്റെ വല്യമ്മയാണ്. വല്യമ്മയുടെ വീട്ടിൽ ഞാനും കസിൻസും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ പട്ടി കടിക്കാൻ വന്നു. അവിടുത്തെ പട്ടി കടിക്കാൻ വന്നിട്ട് ഞങ്ങൾ നേരെ പാടത്തേക്കുള്ളൊരു വഴി ഉണ്ട് കേട്ടാ. നമ്മുടെ മീശമാതലത്തേക്ക് വഴിയില്ലേ, അതേപോലത്തെ വഴി. ഇവിടെ ഫുള്ള് വേലി. അപ്പോൾ പട്ടി കടിക്കാൻ വന്നിട്ട് ഞങ്ങൾ നല്ലോട്ടം ചുട്ടോട്ടം. ഓൾറെഡി ഇടയിൽ എൻ്റെ കസിനാണ് അനന്തു, എൻ്റെ കസിൻ ബ്രദർ അനന്തു. അവനൊക്കെ നിലത്തിട്ട് അവൻ്റെ മുകളിൽ ചാടി. എൻ്റെ ചേട്ടൻ ബാക്കിലാട്ടോ, ചേട്ടനാണ് അതിൻ്റെ ബാക്കിൽ. അയ്യോ ഗൈസ്, കറണ്ട് പോയി ഗൈസ്. പട്ടി വന്നിട്ട് പട്ടി കടിക്കാൻ വന്നിട്ട് ഞങ്ങൾ ചുട്ടോട്ട് കുറച്ച് ആദ്യം കേട്ടോ. അനന്തൂൻ്റെ മേളിക്കടൊക്കെ ചാടി, അതിൻ്റെ ഇടയിൽ കല്ലെറിയുന്നുണ്ട്. ചേട്ടൻ ബാക്കിൽ ചുട്ടോട്ടം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് പട്ടി കടിക്കാൻ വരണപ്പോൾ
ജീവനം കൊണ്ട് ഓടി പേടിച്ചുട്ടാ ശരിക്കും. നുണയല്ലാന്ന് എനിക്ക് നേരെ പാടത്തേക്ക് ഓടി, പാടത്തിന്റെ വരമ്പിക്കൂടെ പട്ടി വരില്ലല്ലോ, അപ്പൊ നേരെ പാടത്തേക്ക് ഓടിയിട്ട് രക്ഷപ്പെട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് കറണ്ട് പോയി കഴിഞ്ഞ ഗ്യാപ്പിലും ഇവൻ ഏതാണ്ട് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ്സ് ട്രൂ. മൂന്നാമത്തെ, ഞാൻ ആദ്യമായിട്ട് നോൺ വെജ് കഴിക്കണത് എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ്. ചെമ്മീൻ ചമ്മന്തി അല്ല, ബീഫ്. ഞാൻ ആദ്യമായിട്ട് നോൺ വെജ് കഴിച്ചത്. അപ്പൊ അത് നോണയുടെ കാരണം ചെമ്മീൻ ചമ്മന്തി അറിയാതെ വായിലിട്ട് ആദ്യമായി വായിൽ വന്നത് കഴിച്ചത് എന്നാണ് പറഞ്ഞേക്കണത്, വായിൽ വന്നത് എന്നല്ല. അതായത് ഗൈസ് അറിയാലോ, ഞാൻ ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ചത്. ഒരു മിനിറ്റ്, വായയിൽ വരാണ്ടാണോ നിങ്ങൾ കഴിക്കുക? ആണോ നിങ്ങൾ മൂക്കിനുള്ളിൽ കൊടുത്തിരിക്കട്ടാണോ കഴിക്കണേ? ഭക്ഷിച്ചു എന്നാണ് അർത്ഥം. ഞാൻ ആദ്യമായിട്ട് നോൺ വെജ് കഴിക്കണത് എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചാണ് ബീഫാണ്. അന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ബീർ അടിച്ചത്. അതെ, അപ്പൊ എനിക്ക് മനസ്സിലായി ആദ്യത്തെ ആണ് നോണ ഇൻസോംനിയ. മൂന്നാമത്തെ നോണ. അപ്പൊ ഈ അടുത്ത് നീ എന്നോട് പറഞ്ഞത് ഞാൻ ആദ്യമായിട്ട് ബീർ അടിച്ച അന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ബീഫും കഴിച്ചതെന്നാണ്. എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടില്ല. എന്താണ് ഇതിങ്ങനെ ഒന്ന് നോണ പറയാൻ ഡീറ്റെയിലേക്ക് പിടിക്കണം. അപ്പൊ 4-3-4. കാരണം നിനക്ക് അല്ലാതെ തോപ്പിക്കാൻ പറ്റില്ല, നിനക്ക് അറിയാം അല്ലേ? അടുത്തത് ഞാൻ കാണിച്ചിട്ടുണ്ട് മോനെ, കാണിച്ചിട്ടുണ്ട് മോനെ. ഇത് ഞാൻ ജയിച്ചിട്ട് ഞാൻ അംബാനിയുടെ മോളായിരുന്നു. സ്വപ്നത്തിൽ ഡീറ്റെയിൽ ഞാൻ പറയാതെ പറഞ്ഞില്ല. ഞങ്ങളുടെ നാട്ടില് ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറയുന്നത് വലിയൊരു ഇവന്റ് ആണ് ഞങ്ങളുടെ നാട്ടില്. അങ്ങനെയല്ല, ഞങ്ങള് മൊത്തം നാട്ടുകാരൊക്കെ കൂടി പറമ്പിലൊക്കെ സെറ്റ് മറ്റേ ലൈറ്റും ഇതൊക്കെ ഇട്ട് ഫുൾ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും ഞങ്ങളുടെ നാട്ടില്. ന്യൂ ഇയേഴ്സ് ഇവനുണ്ട്, പാട്ട് ഡാൻസ് അത് ഇത്. അപ്പൊ ഞാൻ ഒട്ടുമിക്ക ന്യൂ ഇയേഴ്സിന് ഞാൻ ഡാൻസും പാട്ടൊക്കെ പാടാറുണ്ട്. ഓക്കെ, ഇത് കണ്ടുപിടിച്ച മോനെ നിന്നെ ഞാൻ ഇങ്ങനെ വിളിക്കാം. പിന്നെ ഞങ്ങളുടെ നാട്ടില് ഞങ്ങള് നൈബർഹുഡ് പിള്ളേരൊക്കെ കൂടിയിട്ട് ഞങ്ങള് ക്രിസ്മസിന് ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് പൈസക്ക് നാട്ടുകാരോട് കാണാൻ വരാൻ പറയുമായിരുന്നു. ലിറ്ററലി അതൊരു വീടിന്റെ കോമ്പൗണ്ട് ഉള്ളിലാണ് ഞങ്ങൾ ഉണ്ടാക്കണമെങ്കിലും ഞാൻ പറഞ്ഞതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞത് മാത്രം കേട്ടോ, ചോദിക്കേണ്ട കാര്യമില്ല കേട്ടാ. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് എത്തി നോക്കിക്കഴിഞ്ഞാൽ പുൽക്കൂട് കാണാൻ പറ്റും. ഞങ്ങളെ വിത്ത് പൈസ ഇന്ന് ഞങ്ങളെ ഗേറ്റ് അപ്പടി ഞങ്ങളെ എന്താ പറയാ പുൽക്കൂട് എത്തി നോക്കിയാൽ കാണും, പക്ഷെ പൈസ കൊടുത്ത് കാണാം. അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഞങ്ങളുടെ നാട്ടിലെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഞങ്ങളിപ്പോൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന പിള്ളേർ ടീംസ് ഉണ്ടല്ലോ, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയറിന് ഏതെങ്കിലും ഒരാളുടെ വീട്ടിലായിരിക്കും കൂടുക. ലൈക്ക് അവരുടെ അച്ഛനമ്മയും കൂടിയിട്ട് ഫുഡൊക്കെ വെച്ച് തരും. ഞങ്ങൾ അവിടെ ആയിരിക്കും കൂടുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അമ്മയച്ഛനൊക്കെ അങ്ങോട്ട് പോവും. അവിടെ അമ്മയച്ഛൻ്റെ അച്ഛൻ ദുബായില, അമ്മ സ്വത്തൊക്കെ അങ്ങോട്ട് വരും. അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ ഹെൽപ്പൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങൾ പിള്ളേർ സെറ്റ് അവിടെ ആയിരിക്കും. കാരണം ന്യൂ ഇയർ ഈവ് പരിപാടി ഉണ്ടാവുമല്ലോ നമുക്ക്. കണക്ട് ചെയ്തു. ഞാൻ ന്യൂ ഇയർ നിങ്ങൾ വീട്ടിലല്ലേ, പറമ്പിലല്ലേ? അയ്യോ, ഫുഡ് കിട്ടില്ല പറമ്പെന്ന് മനസ്സിലാവണ്ട. പെർഫോമൻസ് ആണ് പറമ്പിലുള്ളത്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒന്നെങ്കിൽ വിഷ്ണുവിന്റെ വീട്ടിലെ, അല്ലെങ്കിൽ ഗായത്രിയുടെ വീട്ടിലെ, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ വരട്ടെ പറയൂ. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറ്. ഇതിലേതാണ് നോക്കാം, ഒന്നെങ്കിൽ ഒന്നാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ. രണ്ടാമത്തെ ഉണ്ടാവോ? ഇല്ല, ഒന്നാമത്തെ രണ്ടാമത്തെ ശരിയാവും. രണ്ടാമത്തെ ആണ് ഇല്ലാത്തത്. പൈസ കൊടുത്തിട്ട് എത്തി നോക്കിയാൽ പൊട്ടന്മാര്. രണ്ടാമത്തെ ആണെന്നാണ്. ഒന്നാമത്തെ മൂന്നാമത്തെ ലിറ്ററലി ഞങ്ങള് ക്രിസ്മസ് കൊണ്ടിട്ടാക്കിയിട്ട് അവർക്ക് മതിൽ നടന്ന് ഞങ്ങൾ പിടിച്ച് വലിച്ച് 20 രൂപ വാങ്ങി മോഷണം എന്നാ പറയാ. പിടിച്ച് വലിച്ച് ടിക്കറ്റ് കൊടുത്തൊക്കെ പറയണ്ടായിരുന്നു. അത് ഇങ്ങനെ പറയണായിരുന്നു, ഞങ്ങൾ പിടിച്ച് വലിച്ച്. അത് എന്റെ ഇഷ്ടമുള്ള പോലെ ഞാൻ കഥ പറഞ്ഞു. നീ എന്താ പറഞ്ഞേ? ഫ്രണ്ട്സ് നിർബന്ധിച്ചില്ല, അതുകൊണ്ട് തന്നോളെ. അപ്പൊ എനിക്ക് പറഞ്ഞൂടെ എന്റെ കഥ. ഇപ്പൊ 2 എണ്ണം ഞാൻ ഇവൻ പറഞ്ഞിട്ടില്ല, ഒരെണ്ണം ഞാൻ പറയാം. 5-3 തന്നെ. 5-3. ഓക്കെ. ഫസ്റ്റ് സിറ്റുവേഷൻ, ഞാൻ കേരള ഓർമ്മ പഠിക്കുമ്പോ
ഞാൻ ഫിലോസഫി ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ. എൻ്റെ സീനിയേഴ്സ് തന്നെ എന്നെ വിളിച്ച് ഇടന്ന്. അപ്പോൾ ഞാൻ ചെന്നു. എന്താ പെണ്ണുങ്ങളായിട്ട് പേടി ചെയ്യുന്നു എൻ്റെ അടുത്ത്. പെണ്ണുങ്ങളായിട്ടില്ല, ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്യൂ. അതായത് ആ കോളേജിൽ കാണാൻ ഭംഗിയുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. എന്താണ് പേര്? നമിത. വിസ്മയ ഉണ്ടായിരുന്നു കൂടെ. വിസ്മയ. അപ്പൊ നമിതയുടെ ഫ്രണ്ട് ആയിരുന്നു. എന്താ നീ കേട്ടിരിക്കാനും ഞാൻ പറയട്ടെ. അതായത് അപ്പൊ അങ്ങനെ ഈ നമിത അവരുടെ വിചാരി കോളേജിൽ ഏറ്റവും ലുക്കുള്ള നമിതയാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അവർക്ക് കുത്തിക്കഴപ്പ് വേറെ ഒന്നും പറയില്ല ആക്ച്വലി. അപ്പൊ എന്നെ ഫീൽ നീന്നോളിപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ നടക്കും, എന്ത് പ്രശ്നമൊക്കെ ഉന്തും തള്ളൊക്കെ എന്നെ ഉന്തും തള്ളി. ഞാൻ തിരിച്ചൊന്നും ഞാൻ അങ്ങനെ കൈകെട്ടിങ്ങനെ നിന്നോ തള്ളി. ഞാൻ അവിടെ നിന്ന് പേടിച്ചോടാനോ നിന്നില്ല, തിരിച്ചടിക്കാനോ ഒന്നും നിന്നില്ല. ഞാൻ തള്ളിപ്പോ വന്നു. ഫ്രണ്ട്സൊക്കെ വന്ന് എന്നിട്ട് അവരുടെ സീരിയസ് തന്നെ അവരെന്നെ പിടിച്ചു മറ്റൊരു സീൻ വെറുതെ ആവശ്യമില്ലാണ്ട് സീൻ ഉണ്ടാക്കുക. എനിക്ക് മനസ്സിലായി കേട്ടോ. മനസ്സിലാവാത്ത പാവം. ഓക്കെ. അവൻ ആക്ച്വലി അവൻ നമിതയുടെ അടുത്ത് ഇഷ്ടമായിരുന്നു. ഹായ് നമിത എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവ ഈ ക്യാമറ പോലെ വെറുതെ പറയാം. അവൾക്കറിയാം നിനക്ക് ഇഷ്ടമാണ്, അവൾക്കറിയാം. എന്തൊക്കെ പറയണം. ഓക്കെ. സെക്കൻഡ് സിറ്റുവേഷൻ ഇസ് മെമ്മറബിൾ സിറ്റുവേഷൻ. മുണ്ടത്തിക്കോട് പൂരത്തിൻ്റെ വാഴത്തോപ്പുന്നു ഷാഡോ പോലീസ് പൊക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സിന്. എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ബീറടിക്കാൻ വേണ്ടി പോയതാ വാഴത്തോപ്പില് പൂരത്തിൻ്റെ അന്ന്. അപ്പോൾ ഷാഡോ നോക്കുമ്പോൾ കാവ്യം മുണ്ടൊക്കെ എടുത്തിട്ട് 3-4 പേര് ക്യാമറ പിടിച്ച് വീഡിയോ എടുത്ത് വരണം. ഞങ്ങൾ ഇതെന്താ ഭാഗ്യം എപ്പോഴേക്ക് ഞങ്ങൾ കുപ്പിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വാഴത്തോപ്പിൽ നിൽക്കായിരുന്നു. നേരെ വന്ന് പൊക്കി ജീപ്പിൽ കൊണ്ടുപോയി. മറ്റേ ബിയർ ബോട്ടിൽ കുപ്പി വെച്ചിട്ട് ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ പോകണം പൂരം. എന്നിട്ട് കമ്മിറ്റിക്കാർ വന്ന് ഇറക്കി. അത് രണ്ടാമത്തെ സിറ്റുവേഷൻ. മൂന്നാമത്തെ സിറ്റുവേഷൻ എൻ്റെ ഫസ്റ്റ് ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് 10th 10th പഠിക്കുമ്പോൾ. എൻ്റെ അച്ഛൻ അന്ന് നൈറ്റ് ഷിഫ്റ്റ് ആയിട്ട് കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ബൈക്ക് എടുത്തിട്ട് റൗണ്ട് അടിച്ചിട്ട് വരും വീടിന് ചുറ്റും. അമ്പലപുരത്ത് പഠിക്കുമ്പോൾ അങ്ങനെ അമ്പലപുരത്ത് പഠിക്കുമ്പോൾ അവിടെ പാടം കണക്ട് ചെയ്യുന്ന റോഡുണ്ട്. ആ പാടത്ത് നിന്ന് ഈ പാടത്തേക്ക് അങ്ങനെ റൗണ്ട് അടിച്ചായിട്ട് വഴി കൂടെ കയറി വരാം, റൗണ്ടിൽ കൂടെ വരാം. അപ്പം അങ്ങനെ കയറുമ്പോൾ റോഡിൻ്റെയും ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടല്ലോ റോഡും പാടവും. അപ്പോൾ നേരെ ഞാൻ പാടത്തേക്ക് വീണിട്ടുണ്ട്. അപ്പം ഇതാണ് മൂന്നാമത്തെ സിറ്റുവേഷൻ. ഇതിലേതാണെന്നോണ? മൂന്നാമത്തെ നീ പാടത്തേക്കൊന്നും വീണിട്ടില്ല, വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. നീ പാടത്ത് റോഡ് ഹൈറ്റ് ഡിഫറൻസ് ആലോചിച്ച് നോക്ക്. അത് എനിക്ക് ഉണ്ടാണത്. വീണ് കഴിഞ്ഞാൽ അവിടെ കിടക്കും. നോണ ആലോചിച്ച് അല്ല പാടോ റോഡ് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് ഇതിലുണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാ. മനസ്സിലാവണ്ടോ? ആലോചിക്ക് പാടം ഇവിടെ റോഡ് ഇവിടെ, നീ അവിടെ വീട് എങ്ങനെ ഉണ്ടാവും? വണ്ടി എടുത്ത് റൗണ്ട് അടിക്കാൻ പോയിട്ടുണ്ട്. ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് ആക്ച്വലി. എന്ന് വെച്ചാൽ ഞാൻ യൂ ടേൺ അടിക്കുമ്പോൾ അവിടെ നിന്ന് ബൈക്കാർ വന്ന് ഇടിച്ച് വീടുണ്ട് ആക്ച്വലി. സീരിയസ്ലി. അപ്പൊ ആളുടെ കൈ ആക്സിഡന്റ് ഒന്നും അല്ല, അതൊക്കെ നോർമലാണ്. ഓക്കെ, നീ പറഞ്ഞോ. എന്റെ നോണ എന്താ പറയുക, എനിക്ക് നടന്ന കാര്യങ്ങളാണ് ആൾക്കാർ നോണയെന്ന് വിചാരിക്കും. അമ്മാര് സാധനങ്ങൾ ചെയ്ത് ഒരു ഇതൊക്കെ ആരെങ്കിലും ചെയ്യോ എന്നുള്ളതാണ് എന്റെ സത്യം. ഓക്കെ, അടുത്തത് പൊട്ടി. ഇനിയിപ്പോൾ ഇത് പറഞ്ഞാൽ പോലും ഞാൻ ജയിക്കുള്ളൂ. ഇപ്പം ഞാൻ ഈ കളി തുടങ്ങിയിട്ട് മുന്നേ പറഞ്ഞു ഞാൻ ജയിക്കാന്ന് പറഞ്ഞില്ലേ. എന്താണ് ഇനി വിഷ് ചെയ്തോ, അടുത്ത കളിയിൽ ജയിക്കണേ എന്നിട്ട് വിഷ് ചെയ്തോട്ടോ. അതിൻ്റെ ബാധ്യതയില്ല, അത് പറഞ്ഞുപോയി. ഓക്കെ, ഇനി ജയിക്കാനേ എന്തെങ്കിലും വിധിയില്ല. ഓക്കെ, ഞാൻ ദുബായിലെ ടൈമിൽ ഇതെന്തെങ്കിലും കിട്ടില്ല. ഞാൻ ദുബായിലെ ടൈമിൽ ഞാൻ എന്താ പറയുക, അച്ഛൻ്റെ ബോസ് ഉണ്ട്. അപ്പം അവർ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ അവർ കാണാൻ വേണ്ടിയിട്ട് വരാമെന്നൊക്കെ പറയും. നമ്മൾ ഓഫീസിൽ പോയപ്പോൾ അവിടെ ഇവരെല്ലാവരും സ്വീറ്റ്സ് ബോക്സ് ഇങ്ങനെ കൊടുത്തു. എനിക്ക് കുഞ്ഞിനൊക്കെ തന്നു. അപ്പോൾ സ്വീറ്റ് ബോക്സ് തന്ന സമയത്ത് ഞാൻ അവരുടെ മുന്നിൽ തന്നെ അത് പൊട്ടിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ച അച്ഛൻ്റെ നിന്ന് എനിക്ക് അടിയിട്ടുണ്ട്. അതൊക്കെ അറിയാമല്ലേ. വടിക്കൊച്ച ആക്രാന്തം കൂടുതലായിരുന്നു. അത് ഒരെണ്ണം. പിന്നെ എക്സ്ക്യൂസ് മീ, പിന്നെ എനിക്ക് ചെറുപ്പത്തിൽ എനിക്ക് കാറിൽ ഇപ്പം ഇല്ല, ചെറുപ്പത്തിൽ എനിക്ക് ബാക്ക് സീറ്റിൽ നമ്മൾ കാറിൽ നടുക്കിയിരിക്കില്ലേ, രണ്ട് വിൻഡോ സൈഡിലാണ്ട് നടുക്കിരുന്ന എനിക്ക് അപ്പം മുള്ളാൻ മുട്ടായിരുന്നു. കാരണം വെച്ചാൽ AC-യുടെ അടിക്കുമ്പോൾ എനിക്കപ്പോൾ പറയും അച്ഛാ മുള്ളാൻ മുട്ടെന്ന് പറയും. അച്ഛൻ എന്നിട്ട് അവിടെ വണ്ടി നിർത്താൻ പറ്റില്ല, പക്ഷെ അച്ഛൻ അങ്ങനെ ഓരോന്നൊക്കെ പറയും, ഇവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ
മൂന്നാമത്തെ പറയ് കണ്ടുപിടിച്ചു ഞാൻ. മൂന്നാമത്തെ പറയ്. പറഞ്ഞതിൽ പ്രശ്നമില്ലേട്ടാ. ദുബായിലുള്ള ഞങ്ങൾ ദുബായിലുള്ളപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റ് ഓണറിൻ്റെ മകളുടെ എന്താ പറയുക ഒരു ഡാൻസ് പെർഫോമൻസിന് ഞാൻ അവരുടെ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ദുബായിൽ അവർ കോളേജിലേക്ക് പോയിട്ടുണ്ട്. എന്നിട്ട് അവരുടെ ഡാൻസ് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പോണ സമയത്ത് എന്താ പറയുക ആ ഓണറിൻ്റെ മകളുടെ മീൻസ് ഓണറിൻ്റെ മകൻ, അവർക്കൊരു മകളും മകനാണുള്ളത്. അപ്പോൾ മകൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്താ പറയുക കാണാൻ വേണ്ടി ഇരിക്കണ സ്ഥലത്ത് സീറ്റ് പിടിക്കാത്തതിന് എന്നെ അയാൾ ചീത്ത പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടൻ. എന്നിട്ട് അത്രേ ഉള്ളൂ. രണ്ടാമത്തെ രണ്ടാമത്തെ കാറി പോകുമ്പോ മുള്ളാൻ മുട്ടുന്നത് നോണയാന്നാ? നോണയല്ല മോനെ. പിന്നെ ഏതാ നോണ? എടാ കാറി ഇത് പറയണോണ നീ എന്തെങ്കിലും പറ്റിച്ചോണ്ട് ശരിക്കും? അല്ല സത്യമായിട്ടല്ല. കാറി പോകുമ്പോ മുള്ളാൻ മുട്ടല് ആക്ച്വലി നോണയല്ല കേട്ടാ. അതിന്റെ അനിയത്തിക്ക് ഉണ്ടായിരുന്ന സാധനമാണ്, എനിക്കല്ലായിരുന്നു. അപ്പൊ നോണയാണ്. ഞാൻ വിചാരിച്ചു ഓണറിന്റെ മുകളിലെ കഥ പറയുമ്പോ എന്തോരം ഡീറ്റെയിലിങ് കൊടുക്കണേ. എന്തായാലും ഞാൻ പൊട്ടി ഗൈസ്. ഒരെണ്ണോട് എണ്ണി പിടിക്കായിരുന്നു. മൈൻഡപ്പ് ചെയ്യാം. സോ ഇതാണ് 2 Truth and 1 Lie എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ സെഗ്മെന്റില്. അപ്പൊ എന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ നടക്കുമ്പോൾ ഏത് കേരളത്തിലാണോ ജനിച്ചതെന്നുള്ളത്. സത്യമായിട്ട് ഞാൻ കേരളത്തിലാണ് ജനിച്ചത്. ശിവമുണ്ടത്തിക്കോടൊന്നും ഇതില്ല. എന്താ പറയാ, ഇവിടെ റോഡ്, ഇവിടെ പാടും, വീടിട്ടില്ല. പക്ഷെ വേടന്റെ കൊളമേറ്റ് ആയിരുന്നു, അതൊക്കെ പറയായിരുന്നു. ശരിയല്ലേ? അതുപോലെ വേടന്റെ കൊളമേറ്റ് ആയിരുന്നു ഗൈസ്. മതി. അപ്പൊ thank you guys. Thanks for watching and please keep supporting Pooja because Pooja ടീമാണ് ഈ യൂട്യൂബ് ത്രൂ ഔട്ടിൽ ജയിക്കാൻ പോകുന്നത്. അഖിൽ ടീം എന്ന് പറയുന്നത് ഫ്ലോപ്പ് ടീം ആയിരിക്കും. സോ ഇനി അങ്ങോട്ടുള്ള ഇനി വരുന്ന ഗെയിംസിൽ പൂജ ടീം ഗെറ്റ് റെഡി. നമ്മൾ അടിച്ചു പൊളിക്കാൻ നമ്മൾ ഫസ്റ്റ് ഗെയിമിൽ നമ്മൾ ജയിച്ചിരിക്കുന്നു. Bye Pooja team, we love you. I love you.